വിശദമായി തന്നെ കടന്നു വരുമ്പോൾ എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം എന്ന വാർത്ത കേട്ടാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. അങ്കമാലി പറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. 2ാം നിലയിലെ കിടപ്പുമുറിയിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്നതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. നവമി ദിനേശ് നമുക്കൊപ്പമുണ്ട്. നവമി, ദാരുണമായ സംഭവമാണ്. ഇത് സംബന്ധിച്ച് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന പ്രാഥമിക വിലയിരുത്തലിലേക്ക് എത്തുമ്പോൾ അല്പസമയം മുമ്പ് MLA അടക്കം പറയുന്നു കൂടുതൽ പരിശോധന അവിടെ ആവശ്യമാണ്, എന്നാലേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം. എന്താണ് ഇതുവരെയുള്ള ഒരു നിഗമനം? ഒപ്പം അവിടുത്തെ സാഹചര്യം അതെങ്ങനെയാണ് നവമി? സജിത്ത്, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ഫോറൻസിക് വിഭാഗവും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തിവരികയാണ്. ആംബുലൻസ് ഒക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒപ്പം നാട്ടുകാരും എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. വലിയൊരു ആഘാതത്തിലാണ് അവരെല്ലാവരും. അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു മരണവിവരം, അതും ഒരു കുടുംബത്തിലെ 4 പേർ, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വെന്ത് മരിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. പോലീസിന്റെ ഒരു നിഗമനം ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നാണ്. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് പോലീസിന് ഇവിടെ പരിശോധനയിൽ മനസ്സിലാകുന്നത്. എന്തായാലും അതിൽ കൂടുതൽ സ്ഥിരീകരണം തരേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ അവർ പ്രതികരിക്കുമെന്ന് നമ്മളും വിശ്വസിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് അങ്കമാലി പറക്കുളത്താണ്. ബിനീഷിന്റെ ഭാര്യ അനു, മക്കളായ ജോവാന ബിനീഷ്, ജസ്വിൻ ബിനീഷ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ബിനീഷ് ഒരു ജാതിക്ക വ്യാപാരിയാണ്. ഇവിടെ അതിനുമായി ബന്ധപ്പെട്ട ഫാക്ടറിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം ഇത് സംഭവം നടക്കുന്നത് രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു. ഇത് ഈ പത്രമിടാൻ പോകുന്ന ഏലിയാസ് എന്നൊരു ചേട്ടനാണ് ആദ്യം ഇത് കാണുന്നത്. അദ്ദേഹം ഈ വഴി പാസ് ചെയ്ത് പോകുമ്പോഴാണ് വീടിന്റെ മുകളിൽ നിന്നും ഒരു തീ പടരുന്നതായി കാണപ്പെടുന്നത്. ഉടൻ തന്നെ നോക്കിയപ്പോൾ സമീപത്ത് തന്നെ ഇവരുടെ ബിനീഷിന്റെ അമ്മ നിന്ന് നിലവിളിക്കുന്നതും അദ്ദേഹം കണ്ടു. ഉടൻ തന്നെ നാട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി. ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും അവരുടെ ഫോൺ കണക്ട് ആയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആള് പോയിട്ടായിരുന്നു ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് ഇവിടെ എത്തിയപ്പോഴേക്കും നാട്ടുകാർ കൂടി തീ അണച്ചിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി ബാക്കി പുകയും തീയും ഒക്കെ കെടുത്തി ഉള്ളിലേക്ക് കടന്നപ്പോഴേക്കും മൃതദേഹം 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. 4 ഇടങ്ങളിലായി, അതായത് കട്ടിലിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ നിലയിലായിരുന്നു 4 മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നത്. പിന്നീട് പോലീസിനെ വിവരമറിയിച്ചു. പോലീസും പിന്നീട് ഫോറൻസിക് വിദഗ്ധരുമൊക്കെ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ജനപ്രതിനിധികളടക്കം റോജി എം ജോൺ MLA അടക്കം ഇവിടെ എത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ആലുവ റൂറൽ SP വൈഭവ് സക്സേന സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അദ്ദേഹം മടങ്ങുകയും ചെയ്തു. എന്തായാലും വല്ലാത്തൊരു ദാരുണമായ സംഭവം തന്നെയാണ്. ഈ സംഭവം നടന്ന സമയത്ത് പുലർച്ചെ 4 മണിക്കാണ് അമ്മ പതിവ് പോലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു പതിവിന് വിപരീതമായ ഒരു ശബ്ദവും പിന്നീട് പുകയും തീയും ഒക്കെ കാണപ്പെടുന്നത്. ഉടൻ തന്നെ അമ്മ മുകളിലത്തെ നിലയിലേക്ക് പോവാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിൽ തീ പടരുന്നതിനാൽ അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല. പിന്നീട് പുറത്തേക്കിറങ്ങി നിലവിളിച്ചു. അതിനുശേഷമാണ് നാട്ടുകാർ ഓടിക്കൂടി തീ അണയ്ക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ മരിച്ച ബിനീഷിന്റെ ഭാര്യ അനു MA GJ ഹോസ്പിറ്റൽ, ബൂക്കന്നൂരിലെ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ട്യൂട്ടറായി ജോലി ചെയ്തു വരികയാണ്. 2 മക്കൾ, മൂത്ത മകൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മകൻ ഇപ്പോൾ LKGയിലേക്ക് പ്രവേശനം നേടിയതേ ഉള്ളൂ. അങ്ങനെ വലിയൊരു വിഷമഘട്ടത്തിലാണ് ഈ കുടുംബം. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. റോജി എം ജോൺ MLA അടക്കം ഈ സംഭവം നടന്ന ഇടത്തേക്ക് പോയി നോക്കുന്നുണ്ട്. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം അവരുടേതായിട്ടുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. ആദ്യം ഈ ഒരു നാട്ടുകാരൊക്കെ കരുതിയിരുന്നത് ഈ ഒരു ജാതിക്ക ഫാക്ടറിയുണ്ട്, വ്യാപാരിയാണ് ബിനീഷ്.
ഇപ്പോൾ ജാതിക്ക ഫാക്ടറിയിൽ തീ പിടിച്ചതാകാമെന്നുള്ള ഒരു സംശയമായിരുന്നു. അങ്ങനെ പറയാൻ കാരണം ഒരു 3 വർഷം മുമ്പ് സമാനമായ രീതിയിൽ ഈ ഫാക്ടറിയിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അത് തന്നെയാണ് നാട്ടുകാർ ആദ്യം വിചാരിച്ചത്. അവിടെ ഉണ്ടായ തീപിടുത്തത്തിലായിരിക്കും വീട്ടിലേക്കും തീ പിടിച്ചതെന്ന്. പക്ഷെ പോലീസ് എത്തി ഇവിടെ പരിശോധിച്ചപ്പോൾ അങ്ങനെ തീ പടർന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ തീ പടർന്നിരിക്കുന്ന ഒരു രീതിയിലും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഈ ഫാക്ടറിയും. അപ്പോൾ അവിടെ തീപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നീടാണ് മനസ്സിലായത് ഈ മുറിയിൽ മാത്രമാണ്, 2 നിലയുള്ള മുറിയാണ്, മുകളിലത്തെ മുറിയിൽ മാത്രമാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ബിനീഷും ഭാര്യയും 2 മക്കളും ഈ മുറിയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ഈ ഉറക്കത്തിൽ തീപിടിച്ചതുകൊണ്ടാകാം ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇല്ലാതെ പോയത് എന്നൊരു നിഗമനം കൂടി നാട്ടുകാരും പോലീസും ഒക്കെ കരുതുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ വീട്ടിൽ ഇവരെ കൂടാതെ ഒരു അതിഥി തൊഴിലാളി കൂടി താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഫാക്ടറിയിലെ ജോലിക്കാരനാണ്. അദ്ദേഹവും ഈ അമ്മയുടെ നിലവിളി കേട്ട് ഇവിടെ എത്തുകയും ഓടിയെത്തുകയും തീയണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. പിന്നീട് സമീപ പ്രദേശത്ത് പുലർച്ചെ 4 മണിയായതിനാൽ വീട്ടിൽ എല്ലാവർക്കും ഉറങ്ങുന്ന സമയമായതിനാൽ പലരും ഈ വിളി കേട്ടിരുന്നില്ല. അതിനുശേഷം പിന്നീട് പത്രക്കാരനും പിന്നീട് ഈ വഴി പോയ നാട്ടുകാരെല്ലാവരും ചേർന്നാണ് ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കുകയും തീയണയ്ക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നാട്ടുകാരെല്ലാം വളരെ വിഷമത്തിലാണ്. ബിനീഷും കുടുംബവും അയൽവാസികളുമായി നാട്ടുകാരുമായും ഒക്കെ നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന സൌഹൃദമുള്ള ഒരു കുടുംബം കൂടിയായിരുന്നു. അമ്മയെ ഇപ്പോൾ അടുത്തുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് ആക്കിയിരിക്കുകയാണ്. അമ്മയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഒരു ആഘാതത്തിൽ നിന്നും ഇപ്പോഴും മുക്തരായിട്ടില്ല. എന്തായാലും ബിനീഷിന്റെയും ഭാര്യയുടെയും ബന്ധുക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമൊക്കെ ആ ഒരു വിഷമത്തിൽ തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള തന്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ മരണത്തിന്റെ ഒരു ആഘാതത്തിലും വിഷമത്തിലും തന്നെയാണ് കുടുംബവും ഈ നാടാകെ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. 4 മണിക്കാണ് അമ്മ എഴുന്നേറ്റ് ഇവിടെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സമയം 4 മണിക്ക് മുൻപ് തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ടാകും. ഉറക്കത്തിലായതിനാൽ ചിലപ്പോൾ അവർക്ക് നിലവിളിക്കുവാനോ അല്ലെങ്കിൽ ഇറങ്ങി ഓടുവാനോ കഴിയാത്ത ഒരവസ്ഥയിൽ തന്നെ ആയിരിക്കും പിന്നീട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതും എന്നാണ് നമുക്ക് കരുതേണ്ടത്. പോലീസാണ് ഇതിൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കേണ്ടത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 മൃതദേഹങ്ങളും കൊണ്ടുപോകും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും സംസ്കാരമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും അത് കുടുംബമാണ് അക്കാര്യത്തിലുള്ള വിവരങ്ങളും സ്ഥിരീകരണങ്ങളും നൽകേണ്ടത്. പോലീസും ഫോറൻസിക് വിഭാഗവും ഇപ്പോൾ വീടിന്റെ ഈ മുറിക്കുള്ളിൽ പരിശോധനകൾ നടത്തുകയാണ്. മുറിക്കുള്ളിലുള്ള എല്ലാ വസ്തുക്കളും കത്തിക്കരിഞ്ഞ നിലയിൽ കൂടിയാണ് കാണപ്പെട്ടിരിക്കുന്നത്. സജിത്, അതാണ് ഞെട്ടിക്കുന്ന സാഹചര്യമാണ് കുടുംബം അതിന്റെ അവസ്ഥ. അത് ആ നാട്ടുകാരെയും അങ്ങേയറ്റം ഭീതിയിലാത്തുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ അപകടമുണ്ടായത്, എങ്ങനെ ഉണ്ടായി എന്നതാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ തീ പടർന്നു മരിക്കുക, വെന്തു മരിക്കുക എന്ന ദാരുണമായ ഒരു അവസ്ഥയാണ്. രാവിലെ നാട്ടുകാരാണ് ആദ്യം തീ പടരുകയും പിന്നീട് രക്ഷാപ്രവർത്തന ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. ആ അപകടത്തിന്റെ ഞെട്ടലിലാണ് അവിടെ എത്തിയ നാട്ടുകാരിപ്പോഴും. ഞാൻ ഏകദേശം ഒരു 6 മണി 6:15 കൂടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ തീയൊക്കെ ആ സമയത്തേക്ക് ഫയർഫോഴ്സൊക്കെ എത്തിയാണ്. നാട്ടുകാർ രാവിലെ നടക്കാൻ പോയ ആളുകളാണ്, എണീറ്റ് സമീപത്തുള്ള ആളുകളാണ് ഇത് സംഭവം അറിയുന്നത്. അതിനു മുമ്പ് തന്നെ താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന അമ്മ വിവരം അറിഞ്ഞിരുന്നു. അമ്മ മുകളിലേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ 2 മുറികളിലും നല്ല നിലയിൽ തീ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അതിന്റെ അടുത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. പിന്നെ അവര് ശബ്ദമുണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള ആളുകളും ഒക്കെ എത്തിച്ചേരുകയായിരുന്നു. അപ്പോഴേക്കും നല്ല രീതിയിൽ തീ പടർന്നിരുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചപ്പോഴേക്കും 4 പേരുടെയും മരണം സംഭവിച്ചിരുന്നു. അപ്പോഴേക്കും എനിക്കൊരു പത്ര ഏജൻസി കൂടിയുണ്ട്. അപ്പോൾ പത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിക്ക് പോകുന്ന സമയമാണ്. ഞാൻ ഇതിൽ വരുമ്പോൾ ഇവിടെ വലിയ തീയുടെ ഒരു ഇത് കണ്ടു. ആ ജാതിമൊക്കെ തീയുടെ ഒരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഞാൻ വണ്ടി പയ്യെ നിർത്തി നോക്കുമ്പോൾ മുകൾ ഭാഗം മൊത്തം നിന്ന് കത്തുകയാണ്. മൊത്തം നിന്ന് കത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഫയർഫോഴ്സ് നമ്പറിൽ ഇത് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത നൈബറെ വിളിച്ച് നൈബറും കൂടി മുകളിൽ ചെന്നിട്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചു. തീ മൊത്തം പടർന്നിരുന്നു. എന്നിരിക്കലും എന്തെങ്കിലും ശ്രമം നടപ്പോൾ ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. താഴെ നിന്നാണ് അമ്മയാണ് നിലവിളിച്ചത്, മോളിൽ നിന്നല്ല. അപ്പോൾ മോളിൽ ചെന്ന് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് ലോക്കഡായിരുന്നു. ഒരിക്കലും ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് കൃത്യസമയത്ത് നമുക്കത് കിട്ടാതെ വന്നപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നു. ഫയർഫോഴ്സിന്റെ ഓഫീസിൽ ചെന്ന് അപ്പോഴേക്ക് അയൽവക്കാരൊക്കെ വിളിച്ചു വരുത്തി. അയൽവക്കാരെല്ലാവരും വന്നു.
ഫയർഫോഴ്സിനെ കൂടെ കൊണ്ടുവന്നതിന് ശേഷമാണ് തീ കെട്ടത്. അവരുടെ അമ്മ അതിന് ഞാനിവിടെ നിൽക്കുന്ന ദിവസം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഓടി വന്നു. തീ മുകളിൽ അവർ ഭയങ്കര ഇതൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു നോക്കാം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മേനെ തീയുടെ ആഘാതം കണ്ടുവഴി അമ്മേനെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും രക്ഷിക്കാവുന്ന ഒരു രീതിയിലായിരുന്നില്ല. തീ അതിന് മാത്രം പടർന്ന് പിടിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്ന അയൽവക്കാരൊക്കെ വെച്ചിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള സമയത്തിന് തീ പടർന്ന് പിടിച്ചിരുന്നു. മുകൾ ഭാഗം മാത്രമാണ് കത്തിയത്. ഈ റൂമിൽ നിറച്ച് ഫയറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ആദ്യം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ഇതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്തേക്കൂടെ കയറി നോക്കിയപ്പോൾ കോണിയുടെ ലാൻഡിങ് ഏരിയയിലും ഹാളിലും റൂമിലൊക്കെ ഫയറായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ കെടുത്തിയിട്ടാണ് റൂമിലേക്ക് കിടന്നത്. റൂമിൻ്റെ ഡോറൊക്കെ കത്തി ഓൾറെഡി നശിച്ചിരുന്നു. നല്ല ഫയർ സ്പ്രിങ്ങിൻ്റെ മാട്രസ് ആയിരുന്നു, നല്ല തിക്നെസ് ഉള്ളത്. അതിങ്ങനെ കത്തി ഭയങ്കരമായിട്ട് തീയും പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കെടുത്തി കഴിഞ്ഞപ്പോഴാണ് ബോഡി ഉള്ളത്.